എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കോമഡി സൂപ്പർ നൈറ്റ് 2-ന്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ഇന്ന് കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ അതിഥിയല്ല, അതിഥികളാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരെ പറ്റി നമ്മൾ ഇന്ന് ഓർക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമ്മൾ ആദരിക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ അഭിമാനം, ഭാരതത്തിന്റെ അഭിമാനം, ഈ ലോകത്തിന്റെ തന്നെ അഭിമാനം, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 2008 നവംബറിൽ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിനിടയിൽ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മരണമടഞ്ഞ ദേശീയ സുരക്ഷാ സേന കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. മുംബൈ താജ് ഹോട്ടലിൽ നിലയുറപ്പിച്ച തീവ്രവാദികളെ കീഴടക്കുന്നതിനുള്ള ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോയിലെ അംഗമായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. തീവ്രവാദികൾക്ക് നേരെ കുതിച്ച സന്ദീപിന് പുറകിൽ നിന്ന് വെടിയേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരണത്തിന് കീഴടങ്ങി ഭാരതത്തിന്റെ വീരപുത്രനായി. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവത്യാഗത്തെ മാനിച്ച് ഭാരത സർക്കാർ മരണാനന്തര ബഹുമതിയായി അശോക ചക്രം നൽകി ആദരിച്ചു. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂർ സ്വദേശി ഉണ്ണികൃഷ്ണന്റെയും ധനലക്ഷ്മിയുടെയും മകനാണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 31ാമത്തെ വയസ്സിൽ ഭാരതത്തെ ശിഥിലമാക്കാനെത്തിയ തീവ്രവാദികളോട് പടപൊരുതി ഭാരത മക്കൾക്കു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര രക്തസാക്ഷി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഒരിക്കലും അണയാത്ത ഓർമ്മ വിളക്കിനു മുന്നിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ കോമഡി സൂപ്പർ നൈറ്റിന്റെ കണ്ണുനീർ പൂക്കൾ. ഭാരതത്തിന്റെ വീരപുത്രൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ മാതാപിതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ ആദരവോടെ അവരെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛനമ്മയ്ക്ക് സുഖാണോ? നമ്മളിവിടെ പ്രൊഫൈല് ഇപ്പോൾ എല്ലാവരും കണ്ടു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന ജവാനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിലുപരി അമ്മയുടെ മകനാണ്, എല്ലാമാണ്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്നും മരിക്കാത്ത ഓർമ്മകൾ തന്നെ. 8 വർഷം കഴിഞ്ഞു. ഈ നീണ്ട 8 വർഷം ഇപ്പോൾ ഈ സ്റ്റേജിൽ ഞങ്ങൾ നിൽക്കുന്നത് വരെ ബുദ്ധിമുട്ടുണ്ട് പറയാൻ. പക്ഷേ എങ്ങനെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ എത്രത്തോളം ഈ നിലയിലെത്തിയെന്ന്. എല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മൾ ആർമിയിൽ ജോയിൻ ചെയ്യുക, അത് 18 വയസ്സിന് ശേഷം അല്ലെങ്കിൽ മുതിർന്ന ഒരു കുട്ടി ആയതിനു ശേഷം മാത്രമാണ്. പക്ഷേ കുഞ്ഞ് ജനിച്ച് വളർന്ന് അതിനോടൊപ്പം നമ്മൾ മാതാപിതാക്കൾ അവരുടെ സ്വഭാവത്തിൽ നല്ലതും ചീത്തയും ശരിയും തെറ്റും ഓരോ പാദങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരെ എങ്ങനെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്നു, അപ്പോഴേ അവരുടെ സ്വഭാവം രൂപീകരിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ചിട്ടാണ് അവൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന് നഷ്ടമായത് ഒരു ധീര സൈനികനെയാണ്. പക്ഷേ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട മകനെയാണ്. അച്ഛൻ എന്താണ് പറയാനുള്ളത്? സന്ദീപ് സർവീസസിൽ ജോയിൻ ചെയ്യാൻ ഉള്ള സന്നദ്ധത എന്നോട് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തീർച്ചയായും സാധാരണക്കാരെ പോലെ അപകടങ്ങളും അപകട സാധ്യതകളും തന്നെയായിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്നുണ്ടെങ്കിൽ അവനൊരിക്കലും അപകടം സംഭവിക്കില്ല എന്നുള്ള ഒരു മനസ്ഥിതി എനിക്കുണ്ടായി. പക്ഷേ NSCയിൽ അവൻ ചേർന്നപ്പോൾ, NSCയിലേക്ക് അവന് ഡെപ്യൂട്ടേഷൻ കിട്ടിയപ്പോൾ വീണ്ടും ആ ചിന്ത എന്നെ അലട്ടി. ഇതൊക്കെ ഞാൻ ഓരോ സന്ദർഭങ്ങളിലും സന്ദീപിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. അവൻ്റെ ഓരോ സംസാരത്തിലും നമുക്ക്
കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിന് ധൈര്യം പകരുന്ന വർത്തമാനങ്ങളായിരുന്നു അവൻ്റെ വർത്തമാനങ്ങൾ കൂടുതലും. നമുക്കെല്ലാം ഒരു ധാരണയുണ്ട് സ്കൂളിലും അക്കാഡമിക്കൽ എബിലിറ്റീസിലും, അതായത് അക്കാഡമിക്കൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് സൈന്യത്തിൽ ചേരുന്നത്, അതും ലാസ്റ്റ് റിസോർട്ട് എന്നാണ് എൻ്റെ മനസ്സിലും ഒരു പരിധി വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരൊറ്റ വിവരണത്താൽ അത് സന്ദീപ് എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അച്ഛൻ എന്താ കരുതിയത്? എന്നെപ്പോലുള്ളവർ എല്ലാവരും എൻജിനീയർ ആവാനും ഡോക്ടറാവാനും പോയി, മറ്റുള്ളവരെല്ലാം ബാക്കി, അതായത് അതിനകത്തുള്ള ബാക്കിയുള്ള ആൾക്കാർ മാത്രം സർവീസസിലേക്ക് ജോയിൻ ചെയ്യുക എന്നാണോ കരുതിയത്? തെറ്റാണത്. പോസ്റ്റ് ഗ്രാജുവേഷനിൽ റാങ്കുള്ള പലരും ഇന്ന് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ഇത് വെറും ഒരു ചണ്ടിയായി വരുന്ന ആൾക്കാർ മാത്രം ചെയ്യുന്ന കാര്യമല്ല, ക്രീമായി നിൽക്കുന്ന മേലേക്കടയിൽ നിൽക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്നതും എല്ലാവരും ചെയ്യുന്നതുമായ കാര്യങ്ങളാണ്. സന്നദ്ധത, അർപ്പണ മനോഭാവം, രാജ്യസ്നേഹം, ഇത്രയും നമുക്ക് വേണം. അതെനിക്കുണ്ട്. ഞാനത് ഉപയോഗിക്കുന്നതിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ, വേറെ ആര് പറഞ്ഞാലും വിരോധമില്ല, എന്നെ തടയരുത്, എനിക്കത് ചെയ്തേ മതിയാവൂ. ഐ എം വെരി ക്ലിയർ ദാറ്റ് ഐ ഷുഡ് സെർവ് ദ കൺട്രി ഇൻ ദിസ് മാനർ. ഇതാണ് അവൻ പറഞ്ഞത്. ചെറുപ്പം മുതലേ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന അച്ഛൻ്റെ അമ്മയുടെയും പൊന്നോമന മകന് ആഗ്രഹമായിരുന്നു സൈന്യത്തിൽ ചേരണമെന്ന്. ഒരു 8ാം ക്ലാസ്സിന് ശേഷം ആണത്രേ, എനിക്കറിയില്ലായിരുന്നു. അതും ഇതെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാം ആയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത്. 8ാം ക്ലാസ് മുതൽ അവൻ കൂടുതലും കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് പഠനത്തിനേക്കാളും കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സർവീസ് മാറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധ വെച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെ ഞാൻ അവനെ ഓമനിച്ചു, ലാളിച്ചു. ഒരു സ്റ്റേജിൽ, അതായത് ഒരു 18-17 അവന് വിവരം വയ്ക്കുന്ന ആ സമയത്ത് നമ്മൾ എന്താണ് അവനെ ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ ഇരട്ടിയായി നമ്മളോട്, അച്ഛനും അമ്മയോടും, തെറ്റേത് ശരിയേത്, ഏത് വഴിക്ക് നിങ്ങളും പോകണം, എന്തൊക്കെ ചെയ്യണം, അതേപോലെ ഞാൻ അവൻ്റെ ഒരു ഓമന കുട്ടിയായി. ഞാൻ അമ്മയാണ്, പക്ഷേ ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. അവൻ എന്നെ ഓമനിക്കാനും ലാളിക്കാനും തുടങ്ങി. ഈ ജന്മത്തിൽ കിട്ടാവുന്ന ഭാഗ്യത്തിൽ ഇത്രയും വലിയൊരു ഭാഗ്യം ഇപ്പം ലോക ജനത തന്നെ വിചാരിക്കും, ഈ അമ്മ എന്താണ് പറയുന്നത്, ഭാഗ്യം. അതെ, ഈ തീരാ ദുഃഖത്തിലും ഒരു മകനെ അങ്ങനെ അഭിമാനം കൊണ്ട് പറയുന്ന ഈ ലോക ജനതയ്ക്കുള്ളിൽ ഞാൻ ഒരു അഭിമാനത്തോടെ ചിന്തിക്കുന്ന ഒരു അമ്മ തന്നെയാണ് ആ ദുഃഖത്തിലും. അത്രത്തോളം സ്വഭാവശുദ്ധിയുള്ള ഒരു കുട്ടിയായിരുന്നു. എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, ഈ സമയത്ത് എന്താണോ പ്രവർത്തിക്കേണ്ടത്, അതാണ് സന്ദീപ് പ്രവർത്തിച്ചത്. അവൻ 1999 ജൂൺ 12 അവന് കമ്മീഷൻഡായി, ഓഫീസറായി. ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ രണ്ടാളെയും പിടിച്ചിരുത്തി, അച്ഛൻ അവിടെ ഇരിക്കുക, അമ്മ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ പറഞ്ഞത്? അമ്മേ, അച്ഛ, ഇനി മുതൽ എൻ്റെ കുടുംബം എൻ്റെ യൂണിറ്റാണ്. ആ കുടുംബത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ, എത്ര ആളുകളുണ്ടോ അവരെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതിനുശേഷം മാത്രമേ അച്ഛനും അമ്മയും ഉള്ളൂ. നിങ്ങൾ എൻ്റെ രണ്ടാമത്തെ കുടുംബമാണ്. എന്നെ ഫ്രീ ആയിട്ട് വിടണം, എന്നെ സ്വതന്ത്രമായി വിട്ട് എനിക്ക് ചെയ്യാനുള്ള പ്രവർത്തികൾ ഞാൻ ചെയ്തു തീർക്കും, അതിനെന്നെ സ്വതന്ത്രമായിട്ട് വിടണം, പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, എന്നാലും എൻ്റെ മനസ്സിലുള്ളത് പറയാണ്, അവനൊരു ഭഗവാനായിരുന്നു. പ്രവചനങ്ങളായിരുന്നു എല്ലാം, കഴിഞ്ഞത്, ഇപ്പോൾ നടക്കുന്നത്, ഇനി മുന്നോട്ട്. എൻ്റെ അനുഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം എന്നോട് പറഞ്ഞു ഒരിക്കൽ, ഞാൻ ഒരു കാലത്ത് അമ്മയുടെ കൂടെ ഇല്ലെങ്കിലും അമ്മയ്ക്ക് ഒരു കാലത്തും ഒരു കഷ്ടവും വരില്ല, എന്നെപ്പോലുള്ള മക്കൾ അമ്മയ്ക്ക് ചുറ്റിലുണ്ടാവും, അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും അമ്മയ്ക്ക് വേണ്ടി എന്തും സഹിക്കാനും എല്ലാ മക്കളും ഉണ്ടാവും. അതിന്ന് സത്യസന്ധമായി നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയായിട്ടും ഞാൻ പറയുന്നത്, അങ്ങനെ മക്കൾക്ക് പോവാൻ ഒരാഗ്രഹമുണ്ടെങ്കിൽ
ഞാൻ അതിനെ മുന്നോട്ട് നയിക്കാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്ന ആളാണ്. പക്ഷേ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് നീ പോ അവൻ പോ എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അങ്ങനെ ഒരു കുട്ടി മുന്നോട്ട് വന്നാൽ തീർച്ചയായും അവനോട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി ഇത് പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യൂ, വേണ്ടത് ചെയ്യൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മരണം ഒന്നുമല്ല, മരണം നടക്കുന്നില്ല. എൻ്റെ മകനോട് കൂടെയുള്ള മക്കളെല്ലാം അവൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ കുട്ടന് അങ്ങനെ സംഭവിച്ചു, അതൊരു വിധിയായിട്ട് മാത്രം ഞാൻ കണക്കാക്കുന്നു. ബ്ലാക്ക് ടൊർണാഡോ എന്ന ഈ ഓപ്പറേഷന് മുന്നേ സന്ദീപ് സാറ് അമ്മേനെ അച്ഛനെയും ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിക്ക് ശേഷം സന്ദീപ് എന്നെ വിളിച്ച്, ഡാഡ്, സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ മുംബൈ, പ്ലീസ് സ്വിച്ച് ഓൺ ദ ടി വി. ഞാൻ എന്താ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ സീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസുകളോ ഒക്കെ കഴിഞ്ഞ ശേഷം ടി വി ഓഫ് ചെയ്ത് നേരെ മേലെ പോയി കിടക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ, ഞാൻ ഉറങ്ങാൻ പോവാണ്, എനിക്ക് ശരിക്കും ഉറക്കമുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ സ്വരം ഒരു പ്രത്യേക തരത്തിലായിരുന്നു അന്ന്. നോ ഡാഡ്, ദർ ഇസ് സംതിങ് സീരിയസ്. പക്ഷേ എനിക്ക് ആർക്കും അറിയില്ലായിരുന്നു അവൻ അപ്പോൾ മൂവ്മെൻറ്റ് ഓർഡർ കിട്ടിയിട്ട് പോകാനിരിക്കുന്ന സമയമാണ്. അതൊന്നും നമ്മളോട് പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം കൂടുതലായിട്ട് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ ടെൽ മീ, ഡാഡ്, ഇറ്റ് ഈസ് സീരിയസ്. സോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അവൻ പറയുന്നത് സീരിയസ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും സീരിയസ് ആവും. ദെൻ ഐ തോട്ട് ദാറ്റ് ഓക്കെ, ഇത് എന്തോ ഒരു പ്രത്യേക സംഭവമാണ്, എന്തോ ആവുന്നതാണെന്നുള്ളത്. സോ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് ദാറ്റ്. രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ഈ മാതാപിതാക്കൾക്ക് ഭാരത മക്കളോട് എന്താണ് പറയാനുള്ളത്? ഒരു കുട്ടിയുടെ മനസ്സിൽ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അർപ്പണ മനോഭാവത്തോടെ അത് ചെയ്യുക. പക്ഷേ അതൊരു കരിയറിന് വേണ്ടി മാത്രമായിരിക്കരുത് എന്നാണ് എൻ്റെ പ്രത്യേക പ്രാർത്ഥന. കരിയറിന് വേണ്ടി, അതായത് അവരുടെ ജോലി സ്ഥിരത അല്ലെങ്കിൽ നമ്മൾ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ട് ഒരിക്കലും അത് ചെയ്യരുത്. ഈവൻ സന്ദീപ് പറയായിരുന്നു, സൈന്യത്തിൻ്റെ പരസ്യങ്ങൾ തന്നെ തെറ്റാണ്. സൈന്യത്തിൻ്റെ പരസ്യങ്ങളിൽ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ദിസ് പ്രൊഫഷൻ ഈസ് ആസ് ഗുഡ് ആസ് എനി അതർ പ്രൊഫഷൻ ഇൻ എനി അതർ പ്രൊഫഷൻ. സി, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അത് ശരിയല്ല. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് ഇവിടെ കിട്ടും, ഈ ആർമിയിൽ ജോയിൻ ചെയ്യൂ എന്നൊക്കെയുള്ള ഇറ്റ്സ് ഓൺ പാർ വിത്ത് എനി അതർ തിങ് എന്ന് പറയുന്ന ആ ഒരു വിശേഷത്തിലേക്ക് ഞാൻ ഒരിക്കലും എനിക്ക് പറയാൻ ഇഷ്ടമില്ല. ഇറ്റ് ഈസ് സംതിങ് എൽസ്. കാശല്ല, ശമ്പളമല്ല, കരിയർ പ്രോഗ്രഷൻ അല്ല, അതിലുപരി മറ്റെന്തോ ആണത്. ആ സംഗതികൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ അതുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്, ഡോണ്ട് ലൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഡു ദാറ്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും ഭാരതത്തിൻ്റെ വീരനായ ജവാന്റെ വീരമാതാപിതാക്കൾ ഇവരിന്ന് നമുക്ക് നൽകിയ ഈ വാക്കുകൾ തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ്. വീരനായ ഒരു മകനെയാണ് ഈ അച്ഛനും അമ്മയും നമ്മൾ ഭാരത മക്കൾക്ക് വേണ്ടി സമ്മാനിച്ചത്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സന്ദീപ് സാറിനെ ഓർമ്മിക്കാം. ഇത്രയേറെ നമുക്ക് വിശേഷങ്ങൾ പകർന്നു നൽകിയ ഈ അച്ഛനെയും അമ്മയും ഞാൻ ഗസ്റ്റ് സീറ്റിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അമ്മ, പോണേന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. സന്ദീപ് സാറ് ധീരനായ ഒരു ജവാനാണ്. പക്ഷേ ഈ അമ്മ പറയുന്നുണ്ട്, വളരെ ധീരനായ ജവാനാണെങ്കിലും അമ്മയുടെ മുന്നിൽ 2 വയസ്സുള്ള കുട്ടിയെ പോലെയായിരുന്നു സാറ്. അത്രയും വാത്സല്യനിധിയായിട്ടുള്ള ഈ അമ്മ, ഞാനത് കെട്ടിപ്പിടിക്കട്ടെ.